ഒരു നൈസ് എന്റർടൈനർ തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. ഈ സിനിമയെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്ത സമയം തൊട്ട് വളരെയധികം കാത്തിരുന്ന ഒരു മൂവി തന്നെയായിരുന്നു. ആൻഡ് മൊത്തത്തിലുള്ള ഇതിന്റെ ഡയറക്ടർ ആയാലും സ്ക്രിപ്റ്റ് ആയാലും ആൻഡ് ഇവൻ ലീഡിംഗ് പെർഫോമൻസ് ആയിട്ടുള്ള ബേസിൽ പൃഥ്വിരാജ്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കാത്തിരുന്ന ഒരു മൂവി തന്നെയായിരുന്നു. സോ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എന്റർടൈനർ തന്നെയാണ് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരു കല്യാണം നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉണ്ടാകുന്ന ചില സംഭവങ്ങളും ആ കല്യാണം എങ്ങനെ നടക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളാണ് ഈ 2 മണിക്കൂർ 15 മിനിറ്റിൽ പടത്തിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ജേർണിയിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടിയ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെർഫോമൻസിൽ പറയേണ്ടത് പൃഥ്വിരാജിന്റെയും ബേസിലിന്റെയും ഒരു ക്യാരക്ടറാണ്. അവരുടെ രണ്ടുപേരുടെയും കോംബോ സീക്വൻസുകളൊക്കെ കിടിലനായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 80% ഈ സിനിമയെ താങ്ങി നിർത്തിയത് അവരുടെ ആ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു, ആ ഒരു കോമ്പിനേഷൻ സീക്വൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ഇവർ ഫോണിലൂടെ അളിയനും അളിയനും സംസാരിക്കുന്ന സീക്വൻസുകളും ഇവർ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള സീനുകളൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ആൻഡ് ഇതിനിടയിൽ ഉണ്ടാവുന്ന ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആയിരുന്നു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. ആൻഡ് സിനിമ ഒരു ഇന്റർവെൽ വരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി. ഈ ഇന്റർവെല്ലിന് ശേഷം ഈ കല്യാണം നടത്താനുള്ള തത്രപ്പാടുകളാണ് കാണിക്കുന്നത്. ആൻഡ് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ എഡിറ്റിംഗ് ആണ്. കറക്റ്റ് റൺ ടൈം തന്നെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ജോൺ കുട്ടിയാണ് സിനിമയുടെ ഫിലിം എഡിറ്റിംഗ്. അത് നല്ല രീതിയിൽ തന്നെ ആൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അനാവശ്യമായിട്ടുള്ള പല സീക്വൻസുകളിലും വെട്ടിക്കുറച്ച് പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫ്ലോനെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കാനായിട്ട് ആൾക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, അങ്കിത് മേനോന്റെ മ്യൂസിക്കും അതെ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലത്തെ ഒരു കൃഷ്ണ കൃഷ്ണ എന്നുള്ള ഒരു അജു വർഗീസിന്റെ പാട്ടൊക്കെ ശരിക്കും ഒരു അമ്പലത്തിന്റെ അവിടെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഉള്ള അവിടെ ഒരു പാട്ട് ഇങ്ങനെ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ഒരു പാട്ട് നടക്കുന്നതായിട്ടുള്ള ഒരു ഫീലൊക്കെ കൊണ്ടുവരാനായിട്ട് അവിടെ പറ്റി. ആൻഡ് ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രസ് റിലീസിൽ ഇതിലത്തെ ആ ഒരു മൊത്തം ആ ഒരു ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു സെറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഒരു ആംബിയൻസ് ഒക്കെ നന്നായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ക്യൂടി നിൽക്കുമ്പോൾ ഒരു കല്യാണം അവിടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചില സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അവിടെ. ആൻഡ് പല മൂവിയുടെ റെഫറൻസുകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് പടം അവസാനിക്കുന്ന സമയത്ത് ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ട്. അത് വളരെയധികം എൻജോയ് ചെയ്തു. ആൻഡ് പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടർ ആവുന്ന അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഈഗോ അല്ലെങ്കിൽ അത്രത്തോളം ഉണ്ടാവുന്ന ആൾക്കുണ്ടാവുന്ന ചില ഇഷ്യൂസുകളൊക്കെ വളരെ ആൾക്ക് നന്നായി തന്നെ ചെയ്യാൻ പറ്റി. ഇവൻ ടീസർ കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിരുന്നു, പൃഥ്വിരാജിന് ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇത്തിരി ഓവർ ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടർ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ ആൾക്ക് നന്നായി ചെയ്യാൻ പറ്റി. നല്ല രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രെയിലറിന്റെ അവസാനം എന്റെ പെങ്ങളുടെ കല്യാണമാണ് എല്ലാവരും വരണം എന്നുള്ള സാധനങ്ങളൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ കൗണ്ടറുകൾ പടത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, കാരണം കുറച്ചും കൂടി അവർക്ക് ഇപ്പോൾ കോമഡീസിന്റെ ഭാഗം കുറച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് നന്നാക്കായിരുന്നു എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ യോഗി ബാബുവിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അത് ശരിക്കും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ആ ഒരു ക്യാരക്ടറിന് പകരം എന്തെങ്കിലുമൊക്കെ അവിടെ ഹാൻഡിൽ ചെയ്യായിരുന്നു അവർക്ക്. കുറെ സംഭവങ്ങളെ കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നി. ആൻഡ് ഇപ്പോ മൊത്തം ആ ഒരു പടത്തിന്റെ ഒരു, പക്ഷേ നമ്മൾ മൊത്തം പടം കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയാ ബോറടിക്കുക അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു നല്ല രീതിയിൽ ഒരു എന്റർടൈനർ എന്താണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത് നന്നായി തന്നെ ഡെലിവർ ചെയ്യാൻ അവർക്ക് പറ്റി. പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ല ടെൻഷനോട് കൂടി നമ്മളിപ്പോൾ ഒരു മൂവിക്ക് കയറാണ്. പക്ഷെ നമ്മുടെ ഒരു 2 മണിക്കൂർ നമുക്ക് ആ മൈൻഡ് ഒന്ന് റിലാക്സ് ആവണം, അല്ലെങ്കിൽ നമ്മളിന്ന് സ്ട്രെസ് ബസ്റ്റർ നമുക്ക് ഓഫർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. നല്ലൊരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ്. പടം കണ്ടു നോക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണുക.